ബുദ്ധി നമ്മുടെ എവിടെയാണെന്ന് നമ്മൾ രാവിലെ പറഞ്ഞു അല്ലേ? ബ്രെയിനിലാണല്ലോ. അപ്പോൾ ബുദ്ധിയെ സംബന്ധിച്ച് പലരും പരീക്ഷണങ്ങളും നിഗമനങ്ങളും ഒക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിലെ ചില ആളുകളുടെ തിയറിയുടെ പേരും അതാരാണെന്ന് മാത്രമേ അറിഞ്ഞു വെക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് അത് ഒട്ടും മനോഹരമായി പറയാൻ പറ്റില്ല. വെറുതെ കേൾക്കുക, എഴുതുക, അത്രേ ഉള്ളൂ. ഒന്ന്, ഇൻ്റലിജൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊന്ന് പറയേണ്ടതുണ്ട്. ഈ ക്ലാസ്സിലെ കുട്ടികളെയൊക്കെ നിങ്ങൾ IQ പരിശോധിക്കാൻ പറയാറുണ്ട് ഇടയ്ക്ക്, ഇല്ലേ? ചിലർ IQ പരിശോധിക്കാൻ കൊണ്ടുപോകാറുണ്ട്. IQ പരിശോധിക്കുക എങ്ങനെയാ? IQ എന്ന് വെച്ചാൽ ഇന്റലിജൻസ് കോഷ്യൻ. മലയാളം ബുദ്ധി മാനകം, മാപനോ, മാനകം, ബുദ്ധിമാനകം അല്ലേ? IQ ഇന്റലിജൻസ് കോഷ്യൻ. പണ്ട് എല്ലാവരും വളരെ ആധികാരികമായി പറഞ്ഞിരുന്നൊരു വാക്കാണ് IQ. ഇപ്പോഴും ചില ടീച്ചർമാർ പറയാറുണ്ട്, മോനൊന്ന് IQ ഒന്ന് പരിശോധിപ്പിച്ചോട്ടാ. അതിലേക്ക് വരാം. IQ കാണാനായിട്ട് കൊണ്ടുപോവുക സൈക്കോളജിസ്റ്റുകളുടെ അടുത്താണ്. ഇപ്പം നിങ്ങളും ഒരു MSc സൈക്കോളജി ഒക്കെ എടുത്താൽ നിങ്ങളുടെ അടുത്തും ആളുകൾ വരും. ഇപ്പം ഞാൻ ഈ സൈക്കോളജിക്ക് പഠിക്കാൻ പോയതിന് കാരണം ഇപ്പം ഏറ്റവും സ്കോപ്പുള്ളൊരു ശാസ്ത്രശാഖയാണ് കേട്ടോ സൈക്കോളജി. എല്ലായിടത്തും അല്ലേ? നിങ്ങളോട് തന്നെ കുറേ രക്ഷിതാക്കൾ ചോദിക്കാറുണ്ടാവും, എവിടെയാണ് നല്ലൊരു കൗൺസിലർ എടുത്ത് കൊണ്ടുപോകാൻ പറ്റുക? കുട്ടികളെ, വയസ്സന്മാരെ, കല്യാണം കഴിച്ചവരെ എല്ലാവരും കൗൺസിലിങ്ങിന് തേടി പാഞ്ഞു കിടക്കുകയാണ് കേരളത്തിൽ. അങ്ങനെ ഒരു വലിയ ലോകമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ആസ്ട്രയിൽ പോയിരുന്നു, ആസ്ട്ര ഹോസ്പിറ്റൽ. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് തന്നെ എൻ്റെ പരിശോധനയിൽ പറഞ്ഞത് ഈ കൗൺസിലർ എടുത്താണ് അവിടെ ഏറ്റവും തിരക്കുന്നത്. അല്ലാണ്ട് ഞാൻ വിചാരിച്ച എൻഡോക്രൈനോളജി, ഷുഗറിൻ്റെ അടുത്തായിരിക്കുന്നു. അല്ല, സൈക്കോളജിസ്റ്റിനെ കിട്ടാനാണ് പണി എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇതൊരു വലിയ നല്ല സാധ്യതയുള്ള ശാഖയാണ്. എല്ലാവരും അതിലെ കോഴ്സുകളൊക്കെ ചേർന്ന് പഠിക്കുക. അപ്പോൾ ഈ IQ കാണുക എങ്ങനെയാണ്? അതാ ചോദ്യം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവും. MA/CA × 100. എഴുതി വെച്ചോ. IQ = MA/CA × 100. അതായത് നിങ്ങളുടെയൊക്കെ IQ പരിശോധിക്കാനായിട്ട് നിങ്ങളൊരു ഡോക്ടറെ എത്തി എന്നാൽ അദ്ദേഹം ആദ്യം ചെയ്യുക നിങ്ങളുടെ IQ അളക്കാനായിട്ട് MA/CA. MA എന്ന് വെച്ചാൽ എന്താ? മെന്റൽ ഏജ്. CA എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ് × 100. ഇനി ഇത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കണം. MA എന്താണ്, CA എന്താണ്? MA മെന്റൽ ഏജ്, CA ആദ്യം CA പറയാം. CA എന്ന് വെച്ചാൽ എന്താ? നിങ്ങളുടെ പ്രായം. എത്രയാ പ്രായമുണ്ട്? ശരീരത്തിന്റെ പ്രായം കണ്ടാൽ പറയൂല അല്ലേ? അപ്പോൾ നമ്മുടെ പ്രായമാണ് അടിയിൽ എഴുതേണ്ടത്. അതിൽ എന്തെഴുതണം? MA കണ്ടെത്തണം. MA എന്ന് വെച്ചാൽ മെന്റൽ ഏജ്. അതെങ്ങനെയാണ് കണക്കാക്കുക? നിങ്ങളൊരു ഡോക്ടറെ ഇരുത്തി എന്നാൽ അയാളിൽ ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ടാവും, 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാത്രം ആൻസർ ചെയ്യാൻ പറ്റുമോ അപ്പോൾ കിട്ടുന്ന മാർക്കാണ് MA. മനസ്സിലായല്ലോ? × 100. എന്നിട്ട് അതിന് ശതമാനത്തിലേക്ക് ആക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യയെ ഒരു 9 ഗ്രേഡ് കൊണ്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയാൽ എബവ് ആവറേജ്, ആവറേജ്, ബിലോ ആവറേജ് എന്നൊക്കെ പറഞ്ഞതിന് പല പല ശ്രേണികളുണ്ട് തിരിക്കാൻ. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. ഇങ്ങനെ 9 തരമായിട്ട് തിരിച്ചിട്ടാണ് നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് എല്ലാവരുടെയും എന്ത് കാണുക? IQ കാണാം. നോക്കൂ, IQ ഇപ്പോൾ കാലഹരണപ്പെട്ടിരിക്കുന്നു ബിഹേവിയറിസത്തെ പോലെ. എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നിങ്ങൾ ആരും IQ-ന് പറഞ്ഞേക്കരുതേ എന്ന് ഞാൻ പറയും. എന്താ കാരണം? നോക്കൂ, ഒരു ഡോക്ടറുടെ അരികത്ത് ചെല്ലുമ്പോൾ അയാളുടെ കയ്യിലുള്ള 50 ക്വസ്റ്റ്യൻസ് അതിനെ ആശ്രയിച്ചാണ് IQ നിലനിൽക്കുന്നത്. ആ ക്വസ്റ്റ്യൻസിന് നമുക്കൊരു മൂഡില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും എഴുതില്ല. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോഴത്തെ അവസ്ഥ, അപ്പോഴത്തെ ഓർമ്മ, അപ്പോഴത്തെ ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ട് ഇന്നൊരു കുട്ടി പോയി IQ കണ്ട് വന്ന് അടുത്ത ആഴ്ച പോയി വരുമ്പോൾ ചിലപ്പോൾ വേറെ ആയിരിക്കും അല്ലേ? അപ്പം അതുകൊണ്ട് IQ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാത്രമല്ല, ഈ ചോദ്യങ്ങളൊക്കെ ഈ കുട്ടിക്ക് അനുയോജ്യമായതായിരുന്നു തരപ്പെടുത്തിയതെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ കുട്ടിയെ ബാധിക്കും. അതുകൊണ്ട് IQ കാണുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ളൊരു തലത്തിലേക്കാണ് പുതിയ കാലം എത്തിയിരിക്കുന്നത്. അപ്പോൾ IQ കാണുന്ന ഡെഫിനിഷനാണ് ചോദിക്കുക. എങ്ങനെയാണ്? നോക്കൂ, ഇതാരാണ് കണ്ടുപിടിച്ചത്? വില്യം സ്റ്റേൺ. STERN. ആ സ്റ്റേൺ എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. ഇനിയും ഒരു സ്റ്റേൺ വരുന്നുണ്ട്, അത് വില്യം അല്ലെന്ന് മാത്രം, അത് പിന്നീട് പറയാം. അപ്പോൾ വില്യം സ്റ്റേൺ ആണ് IQ കണ്ടുപിടിച്ചത്. MA/CA × 100 എന്നുള്ള രീതിയിൽ കണ്ടെത്താമെന്നും അങ്ങനെ ഓരോ കുട്ടിയുടെയും ബുദ്ധി എത്രമാത്രം ഉണ്ടെന്ന് കണ്ടെത്താൻ സാധിക്കുന്നൊക്കെ ലോകത്തോട് പറഞ്ഞത്
വില്യം സ്റ്റേൺ ആണ്. എന്നാൽ മറ്റൊരാൾ ഗോൾഡ്മാൻ എന്നാണ് അയാളുടെ പേര്. ഗോൾഡ്മാൻ. അയാളാണ് ഐക്യുവിന് ബദലായി എന്ത് കൊണ്ടുവന്നത്? ഇക്യു. ഇക്യു. ഐക്യു അല്ല, ഇക്യു. ഇക്യു എന്താ? ഇമോഷണൽ കോഷ്യൻ, വൈകാരിക മാനകം, ഇമോഷണൽ കോഷ്യൻ. അത് കൊണ്ടുവന്ന ആളുടെ പേരാണ് ഗോൾഡ്മാൻ. അത് കുറച്ചുകൂടി എന്താ പറയുക, സമഗ്രമാണ്. ഒരു കുട്ടിയുടെ ബുദ്ധി, സ്വഭാവം, പെരുമാറ്റം എല്ലാം, അവൻ്റെ അപ്പോഴത്തെ അവസ്ഥ, അവൻ്റെ ചിന്തകൾ, അവൻ്റെ താല്പര്യങ്ങൾ ഒക്കെ പരിഗണിച്ചുകൊണ്ട് കുറച്ചുകൂടി വിശദമായി സമഗ്രമായി ഒരു കുട്ടിയെ വിലയിരുത്തുന്നതാണ് ഇക്യു. GOLEMAN. GOLEMAN, ഗോൾഡ്മാൻ. പിന്നെ കുറച്ചുകൂടി നാൾ കഴിഞ്ഞപ്പോൾ ആൽഫ്രഡ് ബിന്നറ്റ് അയാൾ ഒരു ഇൻ്റലിജൻസ് ടെസ്റ്റ് ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ സ്കൂളിലൊക്കെ വന്ന് പല സ്ഥാപനങ്ങളും നടത്തി തരാറുണ്ട് ഇൻ്റലിജൻസ് ടെസ്റ്റ്. അതിൻ്റെ ടൂള് ഡെവലപ്പ് ചെയ്തത് ആൽഫ്രഡ് ബിന്നറ്റ് ആണ്. പിന്നെ ഈ ബ്രെയിനെ പറ്റി ചിന്തകൾ തുടങ്ങിയപ്പോൾ നമ്മുടെ തലച്ചോറിൽ എത്ര ഘടകങ്ങളുണ്ട് എന്ന ചിന്ത തുടങ്ങി, അന്വേഷണം തുടങ്ങി. അങ്ങനെ നമ്മുടെ ബ്രെയിനിൽ ഒരു ഫാക്ടറേ ഉള്ളൂ, 1 ഫാക്ടർ തിയറി എന്നാണ് അതിനെ അറിയപ്പെടുക. 1 ഫാക്ടർ തിയറി. അത് ഈ ലോകത്തോട് ആദ്യമായിട്ട് പറഞ്ഞത് ഡോക്ടർ ജോൺസൺ ആണ്. ഡോക്ടർ ജോൺസൺ അദ്ദേഹമാണ് 1 ഫാക്ടർ തിയറി, ഏക ഘടകവാദം സിദ്ധാന്തം അവതരിപ്പിച്ചത്. 1 ഫാക്ടർ തിയറി. അപ്പോഴുണ്ട് മറ്റൊരാൾ, അയാളുടെ പേര് സ്പിയർമാൻ എന്നാണ്. സ്പിയർമാൻ, ഷേക്സ്പിയർ എന്നുള്ളതിലെ സ്പിയർ, SPEAR, സ്പിയർമാൻ. അയാൾ പറഞ്ഞു ഒരു ഘടകമല്ല, എല്ലാ മനുഷ്യർക്കും 2 ഘടകമുണ്ട്. ഒന്ന് ജനറലും ഒന്ന് സ്പെസിഫിക്കും. ജനറൽ ആയിട്ടുള്ളൊരു ബുദ്ധിയും സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക കഴിവ്, നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ളൊരു കഴിവ്. അങ്ങനെ രണ്ടായിട്ട് ബ്രെയിനിൽ 2 ഘടകങ്ങൾ വർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് ലോകത്തെ മനുഷ്യരുടെ ബുദ്ധി രൂപപ്പെടുത്തേണ്ടത്, പഠിക്കേണ്ടതെന്ന് ലോകത്തോട് പറഞ്ഞതാണ് സ്പിയർമാൻ. അപ്പൊ ചോദിക്കുക, 1 ഫാക്ടർ തിയറിയുടെ ഉപജ്ഞാതാവ് അതാരാ? 2 ഫാക്ടർ തിയറിയുടെ ഇനി മറ്റൊരാൾ 3 ഘടകമുണ്ടെന്ന് പറഞ്ഞു. അയാളുടെ പേര് ഗിൽഫോർഡ്. GUILFORD. ഗിൽഫോർഡ് പറഞ്ഞു 2 അല്ല 3 ഘടകങ്ങളുണ്ട്. നോക്കൂ, ഇങ്ങനെ 3 ഘടകമുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ മറ്റൊരാൾ ഈ 3 ഘടകത്തെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തിയറിയെ പറയുന്നത് ട്രയാർക്കിക് തിയറി എന്നാണ്. 3 തന്നെ ട്രയാർക്കിക് തിയറി. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. ട്രയാർക്കിക് തിയറി, 3 ഘടകങ്ങളുണ്ട്. അത് പറഞ്ഞത് മറ്റൊരു സ്റ്റേൺ ആണ്, സ്റ്റേൺബർഗ്. STERNBERG. 3 ഫാക്ടർ തന്നെ ഒന്നുകൂടി അദ്ദേഹം ഏതൊക്കെയാണ് ആ 3 എന്ന് വിശദീകരിച്ചു, ഒന്നുകൂടി ക്ലിയർ ആയിട്ട്. അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്, കോണ്ടെക്സിൽ ഇൻ്റലിജൻസ്, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചു. കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഇൻ്റലിജൻസ് എന്നർത്ഥം. 2 എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ഇൻസൈറ്റ്. 3 കോണ്ടെക്സിൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ ഇൻ്റലിജൻസ്, പ്രായോഗിക ബുദ്ധി. കോണ്ടെക്സ്വൽ, ഒന്നുകൂടി പറയാം, കോമ്പോണൻഷ്യൽ ഇൻ്റലിജൻസ്, എക്സ്പെരിമെൻ്റൽ ഇൻ്റലിജൻസ്, കോണ്ടെക്സ്വൽ ഇൻ്റലിജൻസ്. ഇങ്ങനെ 3 തരം ബുദ്ധികൾ എല്ലാവരുടെ ബ്രെയിനിലുണ്ട് എന്ന് പറഞ്ഞ് സ്ഥാപിച്ച ആളാണ് സ്റ്റേൺബർഗ്. അപ്പോഴാണ് നമ്മുടെ പൂച്ചയുമായി പരീക്ഷണം നടത്തിയ ഒരാളുണ്ടല്ലോ, തോണ്ടേ, അദ്ദേഹം പറഞ്ഞു 3 ഒന്നല്ല, മൾട്ടി ഫാക്ടർ ഉണ്ട്, അനവധി ഘടകങ്ങളുണ്ട് എല്ലാവരുടെ ബുദ്ധിയിലും. അപ്പൊ മൾട്ടി ഫാക്ടർ തിയറി ലോകത്തിന് സംഭാവന ചെയ്തത് തോണ്ടയ്ക്കാണ്. അവിടെ നിൽക്കട്ടെ. ഇപ്പൊ എന്തൊക്കെയായി? IQ, EQ, ഇന്റലിജൻസ് ടെസ്റ്റ്, പിന്നെ 1 ഫാക്ടർ, 2 ഫാക്ടർ, 3 ഫാക്ടർ, ട്രയാർക്കിക്, അവസാനം മൾട്ടി ഫാക്ടർ. ഇത്രയും തിയറികളാണ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് ലോകത്ത് നിന്നുള്ളത്. എന്നാൽ ഒരു ഇന്റലിജൻസിന്റെ ബൃഹത്തായ തിയറി പറഞ്ഞിട്ടില്ല. ഏതായിരിക്കും അത്? നിങ്ങൾക്ക് ഫെമിലിയർ ആയ ഒന്നാണ്. അത് പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് ഹെഡിങ് എഴുതി ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേഗത്തിൽ ഉൾക്കൊള്ളാനാവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരാൾ മരിച്ചാൽ നേത്രദാനം
എന്താ ചെയ്യാ? ഡോക്ടർമാർ വന്ന് കണ്ണ് കുത്തിപ്പിടിച്ചെടുത്തുകൊണ്ട് പോവോ? കോർണിയ അല്ലേ? അതുപോലെ പല ദാനങ്ങളുണ്ട്. ഇപ്പം നാളെ കഴിഞ്ഞ ദിവസം അല്ലേ? ഓക്കെ, ഈ ശാസ്ത്രജ്ഞൻ മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ശാസ്ത്രജ്ഞനായ ഹവാർഡ് ഗാർഡ്നർ, പേര് ഹവാർഡ് ഗാർഡ്നർ പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഉപജ്ഞാതാവ്. അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഈ ബുദ്ധിനെ പറ്റി പഠിക്കണമെങ്കിൽ തലച്ചോറ് എടുത്തുകൊണ്ട് പോയി പഠിക്കണം. അങ്ങനെ അദ്ദേഹം ആര് മരിച്ചെന്നറിഞ്ഞാലും അവിടെ ഓടിയെത്തും. അവിടെ ചെന്ന് എന്തെടുത്തുകൊണ്ട് വരും? കുത്തിപ്പൊളിച്ച് തലച്ചോറ് എടുത്തുകൊണ്ട് വരും. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ രസകരമായ പണിയൊന്നല്ല കേട്ടോ. കോടാനുകോടി രൂപ ചെലവഴിച്ച്, കാലിഫോർണിയക്കാരനാണ് ഇദ്ദേഹം, അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റൽ ലാബുമായിട്ടാണ് അദ്ദേഹം പോവുക. അങ്ങനെ വളരെ ശ്രമകരമായി അദ്ദേഹം കുറേ ബ്രെയിൻ എടുത്തു. ആരുടെയൊക്കെ ബ്രെയിനാണ് എടുത്തതെന്നറിയോ? പാട്ടുകാരുടെ, ആട്ടക്കാരുടെ, പൊളിറ്റീഷ്യൻസിൻ്റെ, ഡോക്ടറുടെ, ചിത്രകാരിയുടെ, പാട്ടുകാരൻ്റെ, മന്ദബുദ്ധികളുടെ വരെ എടുത്തു. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകളുടെ ബുദ്ധി എടുത്തു കൊണ്ടുപോയി പരിശോധിച്ചു, ബ്രെയിൻ എടുത്തു കൊണ്ടുപോയി പരിശോധിച്ചു അദ്ദേഹത്തിൻ്റെ ലാബിൽ. എന്നിട്ടോ അദ്ദേഹം കണ്ടെത്തി, അതാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. എന്താ അദ്ദേഹം കണ്ടെത്തിയത്? അദ്ദേഹം കൊണ്ടുവന്ന് വെച്ച് എല്ലാ ബ്രെയിനിലും നോക്കിയപ്പോൾ എല്ലാവർക്കും ഉണ്ട് ആദ്യത്തെ ഒന്നാമത്തെ സാധനം. എന്താ? ലിംഗ്വിസ്റ്റിക്കൽ ഇൻ്റലിജൻസ്. എഴുതൂ, ലിംഗ്വിസ്റ്റിക്കൽ ഇൻ്റലിജൻസ്. മലയാളം ഭാഷാപരമായ ബുദ്ധി. അതെന്തായിരിക്കും? നോക്കൂ, ചിലർ, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ഇന്നത്തെ പരിപാടിയെക്കുറിച്ചൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കി ഇപ്പം തരണം ഫോണിനുള്ളിൽ. ചിലർ ഭംഗിയായിട്ട് ഇപ്പം തന്നെ എഴുതി ഗ്രൂപ്പിലിടും. ഫീഡ്ബാക്ക് എഴുതണം, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ഉണ്ടാക്കണം. സ്കൂളിലൊക്കെ HM പറയുമല്ലോ, ഒരു നോട്ടീസ് ഉണ്ടാക്കി താ ടീച്ചറെ, നിങ്ങളൊരു 5ഉം 10ഉം പ്രാവശ്യം എഴുതി വെട്ടി തിരുത്തി പിന്നെയും വെട്ടി ചെല്ലും. ചിലരോ ഒറ്റ എഴുത്തിൽ കഴിയും. കാരണം അവർക്ക് ഭാഷാപരമായ ശേഷി വളരെ അധികമാണ്. നല്ല എഴുത്തുകാർ, കവികൾ, അവരൊക്കെ ഭാഷാപരമായ ബുദ്ധി അപാരമാണ്. ഇപ്പം MT, അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലെ ഒരു വാക്ക് പോലും വെട്ടിക്കളയാനില്ല. ഇപ്പം മഞ്ഞ്, അദ്ദേഹത്തിൻ്റെ നോവൽ വായിച്ചിട്ടുണ്ടോ? മഞ്ഞ് അദ്ദേഹം ആറ്റിക്കുറുക്കി എഴുതിയ ഒരു നോവല്ലയാണ്. നോവൽ പോലെയല്ല, നോവല്ല, ചെറിയതാണ്. വിമല എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ കാത്തിരിപ്പാണല്ലോ ഇതിലെ കഥ. MT ജീവിച്ചിരിക്കുമ്പോൾ ചോദിച്ചു, ഇതിലേതെങ്കിലും വാക്ക് കൂടുതലുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു, ഒരേ ഒരു വാക്കാണ് അതിൽ കൂടുതൽ വന്നിട്ടുള്ളത്. അതേതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ വായിക്കുമ്പോൾ തോന്നും ഒരു വാക്ക് കൂടുതലുണ്ടെന്ന്. അത്രയേ ഉള്ളൂ. അത്രയും എന്താ പറയുക, ഭാഷാപരമായ ധ്യാനം, പദധ്യാനം നടത്താൻ കഴിവുള്ള ആളുകളാണ് എഴുത്തുകാർ. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറേ കുട്ടികളുണ്ടല്ലോ, അതിൽ ചില കുട്ടികൾ ഭാഷാപരമായി അപാരമായ ശേഷിയുള്ളവരായിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ ഇന്നലെ എന്തേ വരാഞ്ഞെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എന്ന് പറയും. ചിലർ ചോദിച്ചാൽ നീ എവിടെ ഇരിക്കും, ഒന്നും മനസ്സിലായില്ല എന്ന് പറയും, അല്ലേ? അപ്പോൾ ഭാഷാപരമായിട്ട് കഴിവുള്ളവർ നല്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ളവരാണ്. ഉള്ളിലുള്ള കാര്യം മനോഹരമായിട്ട് അവതരിപ്പിക്കാനും മനോഹരമായി എഴുതി ഫലിപ്പിക്കാനും കഴിയുന്നവരാണ് ലിംഗ്വിസ്റ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ളത്. ഇങ്ങനെ വിശദമായിട്ട് മനസ്സിലാക്കി പോകണം. കാരണം ഒരു എക്സാമ്പിൾ ആയിരിക്കും തരിക. നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടി ഇന്ന രീതിയിലാണ് ക്ലാസ്സിൽ പെരുമാറിയത്, ഇത് ഏത് ഇൻ്റലിജൻസ് ആണെന്ന് ചോദിക്കും. അപ്പോൾ ഭാഷയാണോ മറ്റേതാണോ എന്ന് തർക്കം വരരുത്. അപ്പോൾ ഇത് ക്ലിയർ ആയോ? അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള MT എന്നോ മഞ്ഞെന്നോ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ച് വയ്ക്കൂ, കുത്തി കുറിച്ച് വയ്ക്കൂ. ഇത് ആർക്കുണ്ടെന്ന ഈ ഹവാർഡ് ഗാർഡ്നർ കണ്ടെത്തിയത്? എല്ലാ മനുഷ്യരിലും ഉണ്ട്. എല്ലാ മനുഷ്യരിലും ഉണ്ടെങ്കിലും ചിലർക്ക് ഇത് വളരെ ആക്റ്റീവാണ്, ചിലർക്ക് വളരെ പാസീവാണ്. എന്നുവെച്ചാൽ അർത്ഥം എന്താ? ചിലർക്ക് ഇത് തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അവർക്ക് ഭാഷ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. ചിലർക്ക് ഇത് വളരെ ഉറങ്ങിക്കിടക്കുകയായിരിക്കും, പാസീവായിരിക്കും, അവർക്കാണ് ഭാഷ ഭംഗിയായിട്ട് ഉത്പാദിപ്പിക്കാൻ സാധിക്കാത്തത്. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ ഇൻ്റലിജൻസ് എന്താ? നിങ്ങൾ പറയൂ. കൈനസ്തെറ്റിക്കൽ ഇൻ്റലിജൻസ്, ബോഡിലി കൈനസ്തെറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് പറയും. അതെന്താ? ബോഡിലി കൈനസ്തെറ്റിക്കൽ ഇൻ്റലിജൻസ് എന്ന് വെച്ചാൽ ശാരീരിക ചലനപരമായ ബുദ്ധി എന്നാണ് മലയാളം. ശാരീരിക ചലനപരമായ ബുദ്ധി. നോക്കൂ, ചിലർ ശരീരഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നവരാണ്. ശരീരഭാഷ, അങ്ങനെ ഒരു ഭാഷയുണ്ടല്ലോ. അതെന്താ? നമ്മുടെ തൃശ്ശൂർക്കാരനായ പ്രേംജി എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സിനിമാ നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വിശ്വപ്രസിദ്ധമായൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ നിങ്ങൾ ഇപ്പുറം മറച്ചു വെച്ച് ഇങ്ങനെ നോക്കിയാൽ ഈ ഭാഗത്ത് ശൃംഗാരം കാണാം. അതേ ഫോട്ടോ ഇങ്ങനെ വെച്ചാൽ ബീഭത്സമാവും, ഇങ്ങനെ വെച്ചാൽ രൗദ്രമാവും, ഇങ്ങനെ വെച്ചാൽ മറ്റൊരു ഭാവമാകും. നവരസങ്ങൾ കാണാൻ പറ്റും.
അത് പ്രേംജിയുടെ അപാരമായ ശരീരഭാഷയാണ്. ഇന്ന് മോഹൻലാലിന് അവാർഡ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അദ്ദേഹവും നല്ല ശരീരഭാഷ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആളാണ്. നടന്മാര്, നർത്തകികൾ അങ്ങനെയല്ലേ, ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും പൂ വരും അല്ലേ? ശരീരം കൊണ്ട് എന്തും ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഇത് ക്ലാസ്സിലും ഉണ്ട്. നല്ല അഭിനേതാക്കൾ, നർത്തകർ എന്നിവർക്കൊക്കെ ഈ ശേഷി, ഈ ഇന്റലിജൻസ് കൂടുതലാണ്. അപ്പൊ ചിലർക്ക് ഇത് നല്ല ആക്റ്റീവാണ്, ചിലർക്ക് എത്ര ശ്രമിച്ചാലും അഭിനയിക്കാൻ പറ്റില്ല, നൃത്തം ചെയ്യാൻ പറ്റില്ല, അഭിനയിക്കാനും സാധിക്കില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇന്റലിജൻസ്. മൂന്ന് മ്യൂസിക്കൽ ഇന്റലിജൻസ്. മലയാളം സംഗീതപരമായ ബുദ്ധി. സംഗീതപരമായ ബുദ്ധി എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയി രാത്രി. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ഗാനമേള നടക്കുന്നുണ്ടായിരുന്നു. കറണ്ട് പോയെങ്കിലും കീബോർഡ് വായിച്ചു കൊണ്ടിരുന്ന വിദ്വാൻ അത് നിർത്തിയില്ല. അയാൾ താമസമെന്തേ വരുവാൻ നീട്ടിപ്പാടി അവസാനിപ്പിച്ചിട്ടാണ് നിർത്തിയത്. എന്താ കാരണം? അയാൾക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് അപാരമാണ്, നല്ല ആക്റ്റീവാണ് അല്ലേ? ചില കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ, ക്ലാസ്സിൽ ബെഞ്ചിന്മേൽ കൊട്ടി നല്ല പാട്ടുകളും താളമൊക്കെ ഉണ്ടാക്കും, വയറ്റിൽ കൊട്ടി പാടും. കാരണം താളബോധം, സംഗീതബോധം ഒക്കെ ധാരാളമുള്ള കുട്ടികളും മനുഷ്യരും, അവർക്കാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് കൂടുതൽ. 4 മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ്. ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് എന്നാണ് മുഴുവൻ. ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ, ഗണിത യുക്തിപരം. നോക്കൂ, നിങ്ങൾ ഇന്നിപ്പോൾ ഇവിടെ നിന്ന് ബസ് കയറി, നല്ല തിരക്കുള്ള ബസ്സിൽ കയറിയ വശം നിങ്ങൾ പറയാണ് 2 തൃപ്പയാറ്, 3 പെരിഞ്ഞനം, 1 പുതിയകാവ്. കണ്ടക്ടർ ഒച്ചയും ബഹളമൊക്കെ എടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി പൈസ തരും. നിങ്ങളിരുന്ന് കൂട്ടി നോക്കും, 3 × 10 അല്ലേ, 30 അല്ലേ അല്ലേ? അയാളോട് തല്ലുകൂടാൻ പോകും. കാരണം അയാൾക്ക് ഈ ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ഹൈ ആയിട്ട് നിൽക്കുകയാണ്. കടയിൽ ചെന്നാലുണ്ടാവും ചില കടക്കാര് 1 കിലോ പഞ്ചസാര, 100 ചായപ്പൊടി, 50 വെളിച്ചെണ്ണൊന്നും മേടിക്കൂല അല്ലേ, പണ്ടായിരുന്നു. ഇതൊക്കെ മേടിച്ച് നിങ്ങളെ വീട്ടുകാരെയൊക്കെ ചോദിക്കുന്നതിനിടയിൽ അയാൾ എല്ലാം കെട്ടിക്കഴിയുമ്പോൾ പറയും 440 രൂപ എന്ന് പറയും. കാരണം അയാളുടെയും ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് ഹൈ ആണ്. ക്ലാസ്സിൽ നോക്കൂ, കണക്ക് ടീച്ചർ വരാൻ കാത്തിരിക്കുന്നവരുണ്ട്. ആരാ ഈ കണക്ക് ആദ്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഓടി വരുന്ന കുട്ടികളുണ്ട്. കണക്ക് ടീച്ചർ വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട് അല്ലേ? കാരണം അവരിൽ ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലും കുറവുണ്ടായിരിക്കും. ഇപ്പൊ എത്ര ബുദ്ധിയായി? 4. 5 ദൃശ്യസ്ഥലപരമായ ബുദ്ധി, സ്പേഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് അതെന്താ? ഞാൻ ക്ലാസ്സിൽ ചെന്നിട്ട് കഴിഞ്ഞ കൊല്ലം പറഞ്ഞു, മക്കളെ എല്ലാവരും ഒരു പേപ്പർ എടുക്കൂ, ഒരു ആനയെ വരയ്ക്കൂ, ആദ്യം കഴിഞ്ഞവർ കൊണ്ടുവരൂ. ചില കുട്ടികൾ ഓടി വന്ന് കാണിച്ചു, നല്ല ആന. അപ്പിണ്ട് 2 പേര് പിന്നിലിരുന്ന് ഞെരങ്ങണം. എന്താ പ്രശ്നം? അല്ല മാഷെ, തുമ്പിക്കൈ വരയ്ക്കാൻ സ്ഥലമില്ല, 4 കാലില് 2 കാല് വരയ്ക്കാൻ സ്ഥലമില്ല, അടിയിലേക്ക് സ്ഥലമില്ല. കാരണം എന്താ? ആ കുട്ടിക്ക് അതിൻ്റെ ഒരു ഇന്റലിജൻസ് ഇല്ല, ദൃശ്യസ്ഥലപരമായ ബുദ്ധിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ കാണാം, യൂറോപ്പിലെ ഒരാൾ സൈക്കിൾ ചവിട്ടി ഒറ്റയ്ക്ക് പോണു, ഒരു പെൺകുട്ടി പോലും. സഞ്ചാരികൾ, അവർക്ക് എല്ലാ സ്ഥലങ്ങളും മനഗതമാണ്, എവിടെയും അല്ലേ? എഞ്ചിനീയർമാർ, നല്ല ചിത്രകാരന്മാർ ഒക്കെ ഈ സ്പേഷ്യൽ വിഷ്വൽ ഇന്റലിജൻസ് ഉള്ളവരാണ്. ക്ലിയർ ആയല്ലോ? എത്ര ബുദ്ധിയായി? 6 വ്യക്തിയാന്തര ബുദ്ധി, ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറയും. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് അതെന്താ? അത് മാറരുത് കേട്ടോ, ഇനിയൊരു ഇന്റർ വരുന്നുണ്ടേ. ഇന്റർ പേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തന്നെ നോക്കൂ, നിങ്ങൾ ഇവിടെ വന്നു, നിങ്ങളുടെ പരിചയത്തിലുള്ളൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കൂടെ. ആ കൂട്ടുകാരിയായിട്ടായിരിക്കും ഇരിപ്പും നിപ്പും നടപ്പും ഒക്കെ. വേറെ ഇവിടെ ആരുണ്ട്? ഈ ലോകമേ ശ്രദ്ധയില്ല. ചിലരുണ്ട് ഇവിടെ വന്നപ്പോൾ തന്നെ എല്ലാവരുടെ ഇടയിലും പോയി പരിചയപ്പെടുകയും സൗഹൃദം പുതുക്കുകയും ഇല്ലാത്തവരെ സൗഹൃദമാക്കുകയും ചെയ്യുന്നവർ. ക്ലാസ്സിലും ഇല്ലേ ഇങ്ങനെ? തെക്കേലെ കുട്ടി വന്നില്ല, അതുകൊണ്ട് ഞാനും വന്നില്ല എന്ന് പറയുന്നവരില്ലേ അല്ലേ? ചില കുട്ടികളില്ലേ ക്ലാസ്സിലെ മൊത്തം സോഷ്യലായിട്ട് ഇടപെടുന്നവർ, ഇൻവോൾവ് ചെയ്യുന്നവർ. ഇതാർക്കാ നാട്ടിൽ കൂടുതൽ? പൊളിറ്റീഷ്യൻസ്. സജീവ് മാഷ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. മാഷ്കൊക്കെ ഇത് ധാരാളമാണ്. എവിടെ ചെന്നാലും 100 കണക്കിന് ആളുകൾ സൗഹൃദ വലയത്തിലേക്ക് വരും. കാരണം അതൊരു കഴിവാണ്, ഇന്റലിജൻസ് ആണ്. എല്ലാവരുമായിട്ടും ഇടപെടാനും എല്ലാവരുടെയും ആളാണെന്ന് തോന്നിക്കാനും. അതുകൊണ്ട് എല്ലാവർക്കും തോന്നും ഇയാൾ എൻ്റെ ആളാണ്, എന്നോടാണ് ഏറ്റവും ഇഷ്ടം. അങ്ങനെ തോന്നിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു ലീഡറായി കഴിഞ്ഞു.
നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഓരോരുത്തർക്കും തോന്നുകയാണ് ഇയാൾക്ക് എന്നോട് ഇഷ്ടമില്ല, എന്നോടല്ല മറ്റൊക്കെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയി. അതാണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അടുത്തത് ഇൻട്രാ, ആന്തരിക വൈയക്തികം. അനുനിമിഷം, അങ്ങനെ പറയണം, അനുനിമിഷം നിരന്തരം അവനവനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നവർ. നിങ്ങൾ അങ്ങനെയാണോ? അവര് സംസാരിക്കുമ്പോൾ ഓരോ വാക്കും അങ്ങോട്ട് വിടുമ്പോൾ ആലോചിക്കും ഈ വാക്ക് ആപ്റ്റ് ആണോ, അല്ലാണ്ട് അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലട്ടാ, അത് ക്ഷമിക്ക്, അങ്ങനെ എൻ്റെ വായെന്ന് ചാടിപ്പോയിട്ടാ എന്ന് പറയുമ്പോൾ വീണ്ടും തെറ്റും അല്ലേ? അങ്ങനത്തെ കുറെ ആളുകളില്ലേ നമ്മുടെ ഇടയിൽ. അതുകൊണ്ടാണല്ലോ ടി വിയിൽ ഇടയ്ക്ക് പറയുമല്ലോ അന്നിങ്ങനെ പ്രസ്താവിച്ചു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ ചാനലുകാർ ദേ താങ്കൾ പറഞ്ഞത് അല്ലേ? ഇപ്പൊ നിയമസഭയിൽ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് അങ്ങനെ ഒരു അബദ്ധം പറ്റി കഴിഞ്ഞ ദിവസം. ശ്രദ്ധിച്ചോ നിങ്ങൾ? റേഷൻ കട ഉദ്ഘാടനം ചെയ്തപ്പോൾ എവിടെയോ പോയി പ്രസംഗിച്ചു, റേഷൻ കടയിൽ ഇപ്രാവശ്യം എല്ലാ സാധനവും ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. നിയമസഭയെ തിരിച്ചും പറഞ്ഞു. അപ്പം മന്ത്രി എനിക്ക് പറഞ്ഞു, താങ്കളുടെ മണ്ഡലത്തിൽ താങ്കൾ ഇങ്ങനെയാണല്ലോ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇത് പറഞ്ഞു കഴിയല്ല എല്ലാ ചാനലിലും അന്ന് പറഞ്ഞത് വന്നു. അപ്പൊ വീണ്ടും സതീശൻ നല്ലൊരു മാതൃക കാണിച്ചു. എനിക്ക് അന്ന് അങ്ങനെ ഒരു പറ്റി. ഇപ്പൊ ആർക്കും അങ്ങനെ പിടിച്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഇന്റലിജൻസ്, ഏത് ഇന്റലിജൻസ്? ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് നല്ല പക്വതയുള്ളവർക്ക് ധാരാളം ഉണ്ടായിരിക്കും. പക്വത എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സംസാരം മാത്രമല്ല കേട്ടോ, നടത്തം, നോട്ടം, ചലനം എല്ലാം 100-ൽ 100ആയിരിക്കും. അവരുടെ യാതൊരു പാകപ്പിഴ ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ കുറേ ആളുകളെ ദിവസേന കാണുന്നവരല്ലേ. ചിലർ നിങ്ങൾ പറയാറില്ല അയാളുടെ നോട്ടം ശരിയല്ല, അയാളുടെ ചലനം ശരിയല്ല എന്നൊക്കെ നിങ്ങൾ പിറുപിറുക്കാറില്ലേ? അതിന് കാരണം എന്താ? അയാൾക്ക് ഈ ഇന്റലിജൻസ് കുറവാണ്. ഏത്? ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ്. ഇപ്പം എത്ര ഇന്റലിജൻസ് ആയി? 8. പ്രകൃതിപരം അതൊന്നും പറയേണ്ട കാര്യമില്ല, അറിയാലോ. പ്രകൃതി സ്നേഹികൾ. ചിലര് പ്രകൃതി വിരുദ്ധരായിരിക്കും, ആ വാക്കിന് പ്രശ്നമുണ്ട് എങ്കിലും. 9. ദാർശനികപരം. നിൽക്കട്ടെ, നിങ്ങൾ എല്ലാവരും ഇനി ചെയ്യേണ്ടത് ഒരു വർക്കാണ്. ഇതിലേത് ഇന്റലിജൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ? ഒരെണ്ണേ പറയാവൂ. ഏത് ഇന്റലിജൻസ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ? ഇന്റർപേഴ്സണൽ. നെക്സ്റ്റ് വൺ കൈനസ്തെറ്റിക്കൽ. നെക്സ്റ്റ് വൺ മ്യൂസിക്കൽ. മലയാളം ടീച്ചറെ? കൈനസ്തെറ്റിക്കൽ, ഇന്റർപേഴ്സണൽ, മാത്തമെറ്റിക്കൽ. മീൻ ടീച്ചറെ? മ്യൂസിക്കൽ. ഷൈൻ ടീച്ചറെ? ഇന്റർപേഴ്സണൽ, ഇന്റർ. ഇപ്പം എല്ലാവരും ഇന്ററാവും ഇനി. പ്രകൃതി, നാച്ചുറൽ. ടെമ്മി ടീച്ചർ? ഇന്റർ. മാഷേ? പ്രകൃതിപരം. ഇന്റർ. നോക്കൂ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പലതാ പറഞ്ഞത്. ഞാനൊരു കാര്യം കൂടി പറയാം. ഞാനൊരു 50 മാർക്കിൻ്റെ ഒരു പരീക്ഷ എടുക്കാൻ പോവാം. അതിന് ഉത്തരം എഴുതാൻ വന്നിരിക്കുന്നവർ നിങ്ങളൊന്നുമല്ല. പിണറായി വിജയൻ, PT ഉഷ, യേശുദാസ്, ശമ്മൻകുടി വാസുദേവ അയ്യർ, കലാമണ്ഡലം ഹൈദരാലി, സലീം അലി, മന്ദബുദ്ധി, എല്ലാവരും ഉണ്ട്. ആരായിരിക്കും ഫസ്റ്റ് ആകുക? എൻ്റെ ക്വസ്റ്റ്യൻസ് അനുസരിച്ചിരിക്കും അല്ലേ? എൻ്റെത് മ്യൂസിക് ആണ് അധികമെങ്കിൽ യേശുദാസ് അടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആണെങ്കിൽ ചിലപ്പോൾ പിണറായി അടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണല്ലോ. അപ്പം സൂചിപ്പിച്ചു വന്നത് ആ ക്വസ്റ്റ്യനെ ആസ്പദിച്ച് മാറി വരും. ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും എല്ലാ ബുദ്ധിയുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞത് പല ബുദ്ധികളല്ലേ. അതിലൊരു ബുദ്ധിയെ എടുത്ത് അളക്കാൻ ഇപ്പോൾ കോലില്ല. അതുകൊണ്ടാണ് റാങ്ക് സിസ്റ്റം പോയത്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പോയത്. ഓരോ ഗ്രേഡുകളായിട്ട് രേഖപ്പെടുത്തുന്നത് SSLCക്ക് ഇതുകൊണ്ടാ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്ന? ഇല്ല. റാങ്ക് ആരാണ്ട് കളഞ്ഞ്, ആ പരിഷത്താണ് അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് എന്നൊക്കെ പറയൂ. സത്യത്തിൽ ലോകത്ത് മുഴുവനും മാറി. ലോകത്ത് മുഴുവനും ബിഹേവിയറിസ് എടുത്ത് കളഞ്ഞു. പകരം കൺസ്ട്രക്റ്റീവ്സം വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഓരോ കുട്ടിക്കും വേറെ ബുദ്ധി അല്ലേ? ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ക്ലാസ്സിലുള്ള 40 കുട്ടിയോടും ചോദിച്ചാൽ ഇത് തന്നെയല്ലേ? പലർക്കും പല ബുദ്ധിയല്ലേ. ഇതിലേതെങ്കിലും മോശമോ ഏതെങ്കിലും നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാം തുല്യ പ്രാധാന്യമാണ് അല്ലേ? ഇവരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ അവരവരുടെ മേഖലകളിൽ ഒന്നാമനാണ്. അതുകൊണ്ട് അതിൽ ഒന്നാമൻ എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഇതൊന്നും ഇല്ലാത്തത്. പക്ഷേ ടെമ്മി ടീച്ചർക്കറിയാം, ഇതൊക്കെ നമ്മൾ കുറേ കാലമായി ടീച്ചർ ട്രെയിനിങ്ങിൽ പറയുന്നു
എന്നാലും ചില സ്കൂളിൽ ചെല്ലുമ്പോൾ അതേ BRC രമ്യ ടീച്ചറും സജീവ് മാഷും വന്നിട്ടുണ്ട്, നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് കുട്ടിക്ക് മാഷ് സമ്മാനം കൊടുക്കും, സെക്കൻഡ് കുട്ടിക്ക് രമ്യ ടീച്ചർ കൊടുക്കും എന്ന് പറയും. എന്താ സംഭവം? പഴയ ബിഹേവിയറിസം പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾ വടിയുമായി ക്ലാസ്സിലേക്ക് പോകുന്നത്. വരുമ്പോ ഇമ്പോസിഷൻ കോമ്പോസിഷൻ ബുക്ക് എടുത്ത് അടിയിലേക്ക് പൂത്തുന്നത്. കാര്യം പിടിയിട്ടില്ല. എന്തില്ല? പുതിയ കാലത്ത് ലോകത്തൊരിടത്തും ഇല്ല കേട്ടോ, ലോകത്തൊരിടത്തും ക്ലാസ് മുറികളിൽ നമ്മുടെ ബിഹേവിയറിസം ഇല്ല. പക്ഷെ നമ്മുടെ അധ്യാപകരിൽ ഇപ്പോഴും ബിഹേവിയറിസം നിലനിൽക്കുന്നു. നിങ്ങളിൽ ഉണ്ടാവും. ഞാനിത് പണ്ട് 10-15 വർഷം മുമ്പ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒരു ടീച്ചർ ട്രെയിനിങ്ങിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു ടീച്ചർ പിന്നിലിരുന്ന് ഭയങ്കര സന്തോഷം. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ടീച്ചർ ഇത്ര സന്തോഷം? അല്ല മാഷേ, ഇത് പറഞ്ഞു തന്നായി ഈ ഇന്റലിജൻസ് തിയറി. എന്താ കാര്യം? അതെ, എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് ഞാൻ പഠിപ്പിച്ചിട്ടാണ് കണക്ക് മനസ്സിലാവണില്ല എന്നും പറഞ്ഞ് രക്ഷിതാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് PTA മീറ്റിങ്ങിൽ ഒച്ചയുണ്ടാക്കും. ഞാൻ അയാൾ ഇങ്ങോട്ട് വരട്ടെ. അയാൾ വന്നാൽ എന്ത് ചെയ്യാം? നിങ്ങളുടെ മോൻ എന്തില്ല? മാത്തമാറ്റിക്കൽ ആൻഡ് ലോജിക്കൽ ഇന്റലിജൻസ് ഇല്ല, അല്ലാണ്ട് എൻ്റെ കുഴപ്പമില്ല. നോക്കൂ, ടീച്ചർമാരുടെ റോൾ എന്താണ് അത് ചോദിക്കാനാണ്. ഇതുപോലെ സമാനമായ എക്സാമ്പിൾ കാണാം പരീക്ഷയ്ക്ക്. ടീച്ചറുടെ റോൾ എന്തായിരിക്കും? എല്ലാ കുട്ടിയുടെയും ഇന്റലിജൻസ് ഇതിൽ ഏതാണ് കൂടുതൽ എന്ന് കണ്ടെത്തണം, കുറവ് ഏതാണെന്ന് കണ്ടെത്തണം, കുറവിനെ അതിനനുസരിച്ച് അസൈൻമെന്റുകൾ, കൂടുതലിനെ അത് വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അസൈൻമെന്റുകൾ. അതുകൊണ്ടാണ് ക്ലാസ്സിൽ ഇപ്പോൾ ഹോംവർക്ക് അല്ല അസൈൻമെന്റ് എന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഹോംവർക്കും അസൈൻമെന്റും. ഹോംവർക്ക് എല്ലാവർക്കും മാലിന്യ ടീച്ചർ പറഞ്ഞ പോലെ ഒരേപോലെയാണ്. ഞാൻ എഴുതിയിരും 48 കൂട്ടണം 12 നാളെ ചെയ്തുവാ. നാളെ ഞാൻ ചെന്ന് ഉത്തരം എഴുതിരും. ശരിയായവർ എനിക്ക്, തെറ്റിയവർ ഇരിക്കി, അല്ലേ? അല്ലെങ്കിൽ തിരുത്ത്, അടുത്ത കണക്ക്. ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കൊടുക്കുന്ന കണക്ക് എങ്ങനെയാ? ഒരു ഉദാഹരണം. നിങ്ങളുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എഴുതുക. നിങ്ങളുടെ പടിഞ്ഞാറേ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ട് എഴുതുക. എവിടെയാണ് കൂടുതൽ? ഒറ്റ ചോദ്യ, പക്ഷെ എല്ലാവർക്കും വിവിധ ഉത്തരങ്ങളായിരിക്കും, അല്ലേ? അപ്പൊ അതാണ് പുതിയ കാലത്തെ ഒരു അസൈൻമെന്റിന്റെ രീതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നന്നായി മനസ്സിലാക്കുകയും അതിലൊരു കാര്യം കൂടി നിങ്ങൾ എഴുതി വെക്കേണ്ട പോയിന്റുകൾ ഇതാണ്. ഇങ്ങനെ ഏത് ഒരു സന്ദർഭം ചോദിച്ചാലും അതിൽ ഏത് ഇന്റലിജൻസ് ആണെന്ന് തിരിച്ചറിയാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത്. മാത്രമല്ല, ഇത് ഉപജ്ഞാതാവ്, അദ്ദേഹത്തിന്റെ പേര് ഹവാർഡ് ഗാർഡനർ, അദ്ദേഹത്തിന്റെ രാജ്യം കാലിഫോർണിയ. അദ്ദേഹം ഒരു വിദ്യാലയത്തിൽ ഇത് പരിശോധിച്ച് നോക്കി, കുട്ടികളെ ഈ രീതിയിൽ പഠിപ്പിച്ചു നോക്കി. ആ വിദ്യാലയത്തിന്റെ പേര് കിനോ സ്കൂൾ എന്നാണ്, CHINO. മാത്രമല്ല, അദ്ദേഹം ഈ അടുത്ത് 1983 ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിന്റെ പേര് ഫ്രെയിംസ് ഓഫ് മൈൻഡ്. 1983 അത് പ്രസിദ്ധീകരിച്ചത്. എന്താ പുസ്തകത്തിന്റെ പേര്? ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ആ ബുക്ക് ലോകത്തെ വളരെ വേഗത്തിലാണ് ആളുകൾ സ്വീകരിച്ചത്. കാരണം ഇങ്ങനെ ബുദ്ധി നമുക്കൊക്കെ ഉണ്ടല്ലേ എന്നൊരു തിരിച്ചറിവ്. അതോടുകൂടിയാണ് എല്ലായിടത്തെയും പരീക്ഷാ രീതി, അത് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി, പഠിപ്പിക്കുന്ന രീതിയൊക്കെ മാറിയത്. മൾട്ടിപ്പിൾ ഇന്റലിജൻസിനനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് മുറികൾ ചിട്ടപ്പെടുത്തി വരുന്നത്. അന്ന് അദ്ദേഹം 8 ബുദ്ധിയാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം 1999 ആയപ്പോഴേക്കും വേറെയും 1-2 ബുദ്ധികൾ കൂടി കൂട്ടിച്ചേർത്തു. അപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് ശ്രദ്ധിക്കണം, ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഫോർ ദി 21st സെഞ്ചുറി എന്നാണ് രണ്ടാമതിറക്കിയ പുസ്തകത്തിന്റെ പേര്. ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് പുസ്തകമാണ്. ഫുള്ളാണ് ഈ പേര്, നീണ്ട പേരാണ്. ഇന്റലിജൻസ് റീഫ്രെയിംഡ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് MI എന്നിട്ടാ മതി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ് MI ഫോർ ദ 21st സെഞ്ചുറി. ഇങ്ങനെ ഒരു പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അടുത്ത 1-2 ബുദ്ധികൾ കൂടി അവതരിപ്പിച്ചത്. ആ വിദ്യാലയത്തിന്റെ പേരെഴുതിയില്ലേ, കിനോ യുണൈറ്റഡ് സ്കൂൾ, കാലിഫോർണിയയിലെ. അവിടെ പഠിച്ച കുട്ടികൾക്ക് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് വെച്ച് കുട്ടികളെ തരംതിരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വൈവിധ്യമാർന്ന അസൈൻമെന്റുകളൊക്കെ കൊടുത്തു. അതായത് മ്യൂസിക്കൽ ഇന്റലിജൻസിൽ നല്ല ശേഷിയുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റി, ഒരേ ക്ലാസ്സിൽ തന്നെ പല ആക്ടിവിറ്റി, പല അസൈൻമെന്റ്. ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, അവിടുത്തെ കുട്ടികൾ ലോകത്തെ മികച്ച കുട്ടികളായി മാറി. ഇപ്പോൾ ഫിൻലാൻഡിലാണ് ഏറ്റവും മികച്ച കുട്ടികളുള്ളത്. ഫിൻലാൻഡ് അറിയാലോ,
ഒരു കൊച്ചു രാജ്യമാണ്, നമ്മുടെ കേരളത്തിൻ്റെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അവിടുത്തെ വിദ്യാഭ്യാസമാണ് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം. അവിടുത്തെ കുട്ടികളാണ് ഏറ്റവും ശാസ്ത്രബോധത്തിൽ മുന്നിൽ, ഗണിതത്തിൽ, എല്ലാത്തിലും. ഫിൻലാൻഡ്. ഇന്ത്യയിൽ എവിടെയാ മുന്നിൽ? ഇന്ത്യയിൽ എവിടെയാ മുന്നിൽ? ഏത് സംസ്ഥാന? കേരളമാണ് അല്ലേ? അതുപോലെ ലോകത്ത് ഏറ്റവും മുന്നിൽ ഫിൻലാൻഡായി നിൽക്കുകയാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, നിങ്ങളൊരു പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഫിൻലൻഡിലെ വിദ്യാഭ്യാസം. അതിലൊരു കഥയുണ്ട്. കഥയല്ല, ഒരു സംഭവമാണ്. അമേരിക്കയിൽ ഒരു മാഷുണ്ടായി. ഒരു ആൾക്ക് ജോലി കിട്ടി. അവിടുത്തെ BEd ഒക്കെ കഴിഞ്ഞിട്ട് അമേരിക്കയിൽ ഒരു സ്കൂളിൽ ജോലി കിട്ടി. അമേരിക്കയിലെ സ്കൂളിൽ ജോലി കിട്ടിയപ്പോൾ ബിഹേവിയറിസ്റ്റ് രീതിയിലാണ് അവിടെ പഠിപ്പിക്കുന്നത്. അയാൾക്ക് വട്ടായി. കാരണം കുട്ടികൾക്ക് എല്ലാ ദിവസവും ഹോംവർക്ക്, അസൈൻമെന്റ്, മാർക്ക്, അത് തോൽപ്പിക്കൽ, ജയിപ്പിക്കൽ, തല്ലൽ, ഇമ്പോസിഷൻ, കോമ്പോസിഷൻ, വീട്ടിൽ ചെന്നാലും വർക്ക് തന്നെ. ടീച്ചർക്കും ഭയങ്കര സ്ട്രെയിനായി ആ മാഷ്ക്ക്. അവസാനം ആ മാഷ് 3 കൊല്ലം പഠിപ്പിച്ച് ജോലി മതിയാക്കി. അങ്ങനെ ഇരിക്കുകയാണ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടത്, ഫിൻലാൻഡിലേക്ക് അധ്യാപകരെ ആവശ്യമുണ്ട്. ഉടനെ അദ്ദേഹം ഫിൻലാൻഡിലേക്ക് വണ്ടി കയറി. ഫിൻലാൻഡിൽ ചെന്ന് ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ വളരെ സ്വതന്ത്രമായ, സർഗാത്മകമായ, ജനാധിപത്യപരമായ വിദ്യാഭ്യാസ പ്രക്രിയ. എങ്ങനെയാ? ഓരോ പീരീഡും കഴിഞ്ഞാൽ 20 മിനിറ്റ് ഫ്രീ. കുട്ടികളും അധ്യാപകരും, ഇപ്പം ഞാൻ ഇവിടെ നിന്ന് എനിക്കാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇതുപോലെ ഓരോ പീരീഡും കഴിയുമ്പോൾ കുട്ടികൾ കളിച്ച് ഓടിച്ചാടി വരും. എന്നിട്ടാണ് അടുത്ത വിഷയം. ഇവിടെ എങ്ങനെയാ? ഫിസിക്സ് ടീച്ചർ ഇറങ്ങാൻ കാത്തുക്കും ഹിന്ദി ടീച്ചർ കയറാൻ. ഹിന്ദി ടീച്ചർ ഇറങ്ങുമ്പോഴേക്കും സോഷ്യൽ. കുട്ടിയുടെ പേനയിലെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറ്റണം. നോക്കൂ, ഇതൊരു ചിന്താ പ്രക്രിയയല്ലേ വിദ്യാഭ്യാസം, പഠനം. നിങ്ങൾക്ക് പീരീഡ് പ്രധാനമാണ്, പക്ഷെ കുട്ടിയുടെ റൈറ്റ് അല്ലേ? അങ്ങനെ ചിന്തിക്കാറുണ്ടോ? അല്ലേ? നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ലേ? അതിലേക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. കൺസ്ട്രക്റ്റിവിസം ക്ലാസിന്റെ പ്രത്യേകതകൾ എന്നാണ് അതിനെ പറയുന്നത്. 24 പ്രത്യേകതകളുണ്ട്. അതിലെന്തെങ്കിലും നമുക്ക് ഉണ്ടോ എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഇന്നിവിടെ വന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കൂട്ടിച്ചേർക്കാനോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പറയാനുള്ള ഒരു അവസരമാണ്. നന്ദി, നമസ്കാരം. അങ്ങനെ കുറേ കാര്യങ്ങളാണ് വ്യവഹാരവാദത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്.